എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പോളിറ്റിയുടെ റിവിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കഴിഞ്ഞ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന പോർഷനാണ് ഇന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്താണെന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആർ എന്യൂമറേറ്റഡ് ഇൻ ദ പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രം ആർട്ടിക്കിൾ 36 to 51. 36 മുതൽ 51 വരെയാണ് എന്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. ദ ഫ്രെയിമേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ് ദിസ് ഐഡിയ ഫ്രം ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് 1937 വിച്ച് ഹാഡ് കോപ്പീഡ് ഇറ്റ് ഫ്രം സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അയർലൻഡിൽ നിന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഏതെങ്കിലും രീതിയിൽ അമെൻമെൻറ്റ് നടന്നിട്ടുണ്ടോ, അമെൻഡ് ചെയ്തിട്ട് ഏതെങ്കിലും രീതിയിൽ പുതിയ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വന്നിട്ടുണ്ടോ, അതുപോലെ എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സും അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിലുള്ള വ്യത്യാസം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ബി.ആർ. അംബേദ്കർ ഇതിന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇറ്റ്സ് നോവൽ ഫീച്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബി.ആർ. അംബേദ്കർ ഡിസ്ക്രൈബ്ഡ് ദീസ് പ്രിൻസിപ്പിൾസ് ആസ് നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ഹാസ് ഡിസ്ക്രൈബ്ഡ് ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആസ് കോൺഷ്യൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളതാണ് അടുത്തത്. ഫീച്ചേഴ്സ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണത്? The phrase directive principles of state policy denotes the ideals that the state should keep in mind while formulating policies and enacting laws. These are the constitutional instructions or recommendations to the state in legislative, executive and administrative matters. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇതൊക്കെ ഒരു ഡയറക്ഷനാണ്. അതായത് എങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കണം, എന്തൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ജനങ്ങളെ ഭരിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെ പോളിസീസ് അഡോപ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഫിലോസഫി ഏതിൽ നിന്നാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നിന്നാണ്. അപ്പോൾ ഇതൊരു ഗൈഡിങ് നേച്ചറുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ, രണ്ടാമത് എന്താ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് റിസംബിൾ ദ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്യൂമറേറ്റഡ് ഇൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഏതിന് സാമ്യമാണ്? ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്തുവഴി സാമ്യമാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അന്ന് ഓർത്ത് നോക്കണം, ചോദ്യം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ in the words of Dr. B.R. Ambedkar, the directive principles are like the instrument of instructions which were issued to the Governor General and to the governors of the colonies of India by the British government under Government of India Act 1935. What is called directive principles is merely another name of the instrument of instruction. The only difference is that they are instruction to the legislature and the executive. Directive principles constitute a very comprehensive economic, social and political program for a modern democratic state. They aimed realizing the high ideals of justice, liberty, equality and fraternity as outlined in the preamble of the constitution. They embody the concept of welfare state and not that of a police state. അപ്പോൾ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് എന്തിനെ ചൂണ്ടിക്കാണിക്കുന്നത്? ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഡയറക്റ്റീവ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ വെൽഫെയർ സ്റ്റേറ്റ് എന്താണ് ഉദ്ദേശിച്ചത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ വെൽഫെയർ സ്റ്റേറ്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് നോക്കണം. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്തിനെ റിസംബിൾ ചെയ്യുന്നതാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ റിസംബിൾ ചെയ്യുന്നതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തത് നമ്മൾ വെൽഫെയർ സ്റ്റേറ്റാന്ന് പറഞ്ഞു അല്ലേ. അടുത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഇതിൽ അവസാനത്തെ പാരഗ്രാഫ് പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോൺ ജസ്റ്റിഷ്യബിൾ ഇൻ നേച്ചർ, ദാറ്റ് ഈസ് ദേ ആർ നോട്ട് ലീഗലി എൻഫോഴ്സിബിൾ ബൈ ദ കോർട്സ് ഫോർ ദെയർ വയലേഷൻ. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതെങ്കിലും രീതിയിൽ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുപ്രീം കോടതിയിൽ പോകാമെന്നും അതുപോലെ തന്നെ അത് എൻഫോഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നും പറഞ്ഞു അല്ലേ. റിറ്റ് ജൂറിസ്ഡിക്ഷൻ പറഞ്ഞു, എല്ലാം പറഞ്ഞു. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ക്ലാസ്സിൽ കേൾക്കാത്തവർ കഴിഞ്ഞ ക്ലാസ് നോക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ നേച്ചർ എന്താ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോൺ ജസ്റ്റിഷ്യബിൾ ഇൻ നേച്ചർ. എന്താണ് അതിൻ്റെ അർത്ഥം? അത് എൻഫോഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ദെയർഫോർ ദ ഗവൺമെൻറ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ കനോട്ട് ബി കമ്പൽഡ് ടു ഇംപ്ലിമെൻറ്റ് ദം. അതായത് സ്റ്റേറ്റിനെയോ അതുപോലെ തന്നെ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസിനൊന്നും കമ്പൽ ചെയ്യാൻ പറ്റില്ല ഇത് നടപ്പിലാക്കിയില്ല എന്ന് വിചാരിച്ചു. പക്ഷേ എന്ത് തന്നെ പറ്റും? ഇതെന്താണ്? ഇതൊരു മോറൽ നേച്ചറുള്ള കാര്യമാണ്. അതായത് ഇത് ഡയറക്റ്റീവ്സ് ആണ്. ഇത് മുൻനിർത്തിക്കൊണ്ട് വേണം സ്റ്റേറ്റിനെ അല്ലെങ്കിൽ സെൻട്രലിൽ ഭരിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കാൻ എന്നുള്ളതാണ് അതിലത്തെ കാര്യം അല്ലേ. പക്ഷേ നോൺ ജസ്റ്റിഷ്യബിളാണ്, കോടതി പോകാൻ പറ്റില്ല. ഇത് ഹനിക്കപ്പെട്ട കോടതിയിൽ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരെ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല.
Therefore, the government, central, state and local cannot be compelled to implement them. Nevertheless, the Constitution, Article 37 itself says that these principles are fundamental in governance of the country and it shall be duty of the state to apply these principles in making laws. ആരുടെ ഡ്യൂട്ടിയാണ്? സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടിയാണ് എന്ത്? ഈ പറയുന്ന ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് മുൻനിർത്തിയിട്ട് നിയമങ്ങൾ ഉണ്ടാക്കാൻ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ദോ നോൺ ജസ്റ്റിഷ്യബിൾ നേച്ചർ ഹെൽപ്പ് ദ കോർട്സ് ഇൻ എക്സാമിനിങ് ആൻഡ് ഡിറ്റർമിനിങ് ദി constitutional validity of the law. The Supreme Court has ruled many times that in determining the constitutionality of any law, if a court finds that law in question seeks to give effect to a directive principle, it may consider such law to be reasonable. ഏതെങ്കിലും ഒരു നിയമം ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് റീസണബിൾ ആയിട്ട് കോടതികൾ തന്നെ ജഡ്ജ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഇതിന് 3 രീതിയിലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് ഏത് തരം ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഹൗഎവർ ഓൺ ദ ബേസ് ഓഫ് ദർ കണ്ടന്റ് ആൻഡ് ഡയറക്ഷൻ ദേ ക്യാൻ ബി ക്ലാസിഫൈഡ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ അല്ല, പക്ഷേ എന്താണിത്? ആ കണ്ടന്റ് അനുസരിച്ച് നമ്മൾ തന്നെ വേർതിരിക്കുന്ന 3 തരത്തിലുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. എന്താണെന്ന്? സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ. ദീസ് പ്രിൻസിപ്പിൾസ് റിഫ്ലക്ട് ദ ഐഡിയോളജി ഓഫ് സോഷ്യലിസം. ദേ ലേ ഡൗൺ ദ ഫ്രെയിംവർക്ക് ഓഫ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് എയിം അറ്റ് പ്രൊവൈഡിംഗ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ആൻഡ് സെറ്റ് പാത്ത് ടുവേർഡ്സ് വെൽഫെയർ സ്റ്റേറ്റ്. ദേ ഡയറക്ട് ദ സ്റ്റേറ്റ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സോഷ്യലിസം, അതായത് സോഷ്യലിസ്റ്റിക് സ്റ്റേറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിൻസിപ്പിൾസാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്ന് നോക്കാം. ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ബൈ സെക്യൂറിംഗ് എ സോഷ്യൽ ഓർഡർ പെർമിയേറ്റഡ് ബൈ ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് ടു മിനിമൈസ് ഇൻഇക്വാലിറ്റീസ് ഇൻ ഇൻകം സ്റ്റേറ്റ്സ്, ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ആർട്ടിക്കിൾ 38 പറഞ്ഞിരിക്കുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്താണ്? ഒരു സോഷ്യലിസ്റ്റിക് ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻഇക്വാലിറ്റീസും ഇൻകം സ്റ്റേറ്റസും ഒക്കെ വ്യത്യാസം വരുത്താത്ത രീതിയിൽ, അധികം ഇൻകം ഡിസ്പാരിറ്റി ഇല്ലാത്ത രീതിയിൽ ഒരു സ്റ്റേറ്റിനെ ഉണ്ടാക്കാനും പോളിസീസ് ഉണ്ടാക്കാനും പറയുന്നത്. അത് ആർട്ടിക്കിൾ 38 ആണ്. അതൊരു സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളാണ്. നമുക്കറിയാം സോഷ്യലിസ്റ്റിക് ഉണ്ട്, ഗാന്ധിയൻ ഉണ്ട്, ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. 3 രീതിയിൽ നമുക്കിതിനെ തരംതിരിക്കാൻ പറ്റും. സാധാരണഗതിയിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ഈ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ നേച്ചറും കണ്ടൻറ്റും നോക്കിയതിന് ശേഷം നമുക്ക് 3 ആയിട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ തരംതിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. ഇതാണ് 3 ക്ലാസിഫിക്കേഷൻ ഉള്ളത്. അപ്പോൾ സോഷ്യലിസ്റ്റിക്കിൽ നമ്മൾ ആദ്യം ആർട്ടിക്കിൾ 38 പറഞ്ഞു. അതെന്താണ്? ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ബൈ സെക്യൂറിംഗ് എ സോഷ്യൽ ഓർഡർ പെർമിയേറ്റഡ് ബൈ ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ടു മിനിമൈസ് ഇൻഇക്വാലിറ്റീസ് ഇൻ ഇൻകം സ്റ്റേറ്റസ്, ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും അവസരങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ വരുമാനത്തിലാണെങ്കിലും ഒക്കെ ഇൻകം അതായത് ഇൻഇക്വാലിറ്റീസ്, ഡിസ്പാരിറ്റി ഒന്നും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റിനെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അത് ആർട്ടിക്കിൾ 38. അതെന്ത് നേച്ചർ? സോഷ്യലിസ്റ്റിക് നേച്ചറുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാണ്. അതുപോലെ തന്നെ ടു സെക്യൂർ റൈറ്റ് ടു ആഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്, ടു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെറ്റീരിയൽ റിസോഴ്സസ് ഓഫ് ദ കമ്മ്യൂണിറ്റി, പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് means of production, equal pay for equal work for men and women, preservation of health and strength of workers, children against possible abuse, opportunities for healthy development of children. ഇതെല്ലാം ആർട്ടിക്കിൾ 39 പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പറഞ്ഞ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ വുമൺ ആൻഡ് മെൻ, അങ്ങനെയുള്ള സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 39 ആണ്. പിന്നെ അതുപോലെ തന്നെ 39A വളരെ ഇമ്പോർട്ടൻറ്റ്. ടു പ്രൊമോട്ട് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ടു പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദി പുവർ. നിയമസഹായം, എന്ത് ഫ്രീ ആയിട്ടുള്ള നിയമസഹായം ആർക്കാണ്? സാധാരണക്കാർക്ക്, അല്ലെങ്കിൽ സമൂഹത്തിൽ താഴേക്കടയിലുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ ഈക്വൽ ജസ്റ്റിസും അതുപോലെ തന്നെ ഫ്രീ ലീഗൽ എയ്ഡ് ചോദിക്കാറുണ്ട്. ഫ്രീ ലീഗൽ എയ്ഡ് 39, ആർട്ടിക്കിൾ 39. ഏതാണത്? ആർട്ടിക്കിൾ 39. ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾ 39. പിന്നെ ടു സെക്യൂർ ദ റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ ആൻഡ് ടു പബ്ലിക് അസിസ്റ്റൻസ് ഇൻ കേസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ഓൾഡ് ഏജ്, സിക്നസ് ആൻഡ് ഡിസേബിൾമെൻറ്റ്, to make provision for just human conditions of work and maternity relief, to secure a living wage, a decent standard of life and social and cultural opportunities to all workers. അതുപോലെ to take steps to secure the participation of workers in management of industries, 43A. To raise the level of nutrition and the standard of living of people and to improve public health. പബ്ലിക് ഹെൽത്തുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 47 കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളാണ്. സോഷ്യൽ നേച്ചർ, ഇൻകം ഡിസ്പാരിറ്റി, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വെൽത്ത് കോൺസെൻട്രേഷൻ, ഫ്രീ ലീഗൽ എയ്ഡ് ടു പുവർ. അപ്പോൾ വെൽത്ത് കോൺസെൻട്രേഷൻ ഒന്നും ഇല്ലാതിരിക്കില്ല, ഡിസ്പാരിറ്റി കുറക്കുക, അതുപോലെ തന്നെ സൗജന്യമായ നിയമസഹായം പുവർ പീപ്പിളിന് കൊടുക്കുക. അങ്ങനെയുള്ള കുറച്ച് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഏതാണെന്ന് നോക്കാം.
ദീസ് പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ ഗാന്ധിയൻ ഐഡിയോളജി. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് എന്താണ്? ഗാന്ധിയൻ ഐഡിയോളജിയായി ബന്ധപ്പെട്ടതാണ്. എന്തൊക്കെയാണത്? ദേ റെപ്രസെൻറ്റ് ദ പ്രോഗ്രാം ഓഫ് റീകൺസ്ട്രക്ഷൻ enunciated by Gandhi during the national movement in order to fulfill the dreams of Gandhi. Some of his ideas were included in directive principles. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് എന്തിലാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. എന്താണ്? ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത്സ് ആൻഡ് എൻഡോ ദം വിത്ത് നെസറി പവേഴ്സ് ആൻഡ് അതോറിറ്റി ടു എനേബിൾ ദം ടു ഫംഗ്ഷൻ ആസ് യൂണിറ്റ് ഓഫ് സെൽഫ് ഗവൺമെൻറ്. ആർട്ടിക്കിൾ 40. അപ്പോൾ ആർട്ടിക്കിൾ 40 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. എന്താണ്? സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള വില്ലേജ് റിപ്പബ്ലിക്സ് ആണ് ഗാന്ധിയുടെ ഒരു ഐഡിയോളജി ഉണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ അതിനെ കമ്മമറേറ്റ് ചെയ്യാനും അതിനനുസരിച്ച് പുതിയ ഡയറക്റ്റീവ്സ് സ്റ്റേറ്റിന് കൊടുക്കാനും വേണ്ടിയിട്ടാണ് എന്ത്? ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത് ആൻഡ് ടു എൻഡോ ദം വിത്ത് നെസറി പവേഴ്സ് ആൻഡ് അതോറിറ്റി ടു എനേബിൾ ദം ടു ഫംഗ്ഷൻ ആസ് യൂണിറ്റ്സ് ഓഫ് സെൽഫ് ഗവൺമെൻറ്. ഇപ്പോൾ സെൽഫ് ഗവൺമെൻറ് എന്ന രീതിയിൽ അവർക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള പവേഴ്സ് കൊടുത്തുകൊണ്ട്, അവർക്ക് അധികാരങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ വില്ലേജ് പഞ്ചായത്ത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഏതിൽ പറയുന്നു? വില്ലേജ് പഞ്ചായത്ത്സ് ഇമ്പോർട്ടൻ്റ് ആണ്. വില്ലേജ് പഞ്ചായത്ത്സ് ആർട്ടിക്കിൾ 40 പറയുന്നു. അതൊരു ഗാന്ധിയൻ പ്രിൻസിപ്പിളാണ്. അതുപോലെ ടു പ്രൊമോട്ട് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഓൺ എൻ ഇൻഡിവിജ്വൽ ഓർ കോപ്പറേഷൻ ബേസിസ് ഇൻ റൂറൽ ഏരിയാസ്. കോട്ടേജ് ഇൻഡസ്ട്രീസ് ഫോം ചെയ്യാൻ വേണ്ടി ആർട്ടിക്കിൾ 43. ടു പ്രൊമോട്ട് വോളണ്ടറി ഫോർമേഷൻ, ഓട്ടോണോമസ് ഫംഗ്ഷൻ ഇൻ ഡെമോക്രാറ്റിക് കൺട്രോൾ ആൻഡ് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത്. അതുപോലെ ടു പ്രൊമോട്ട് എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് SCs ആൻഡ് STs ആൻഡ് അതർ വീക്കർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ടു പ്രൊട്ടക്ട് ദം ഫ്രം സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ഈ പറഞ്ഞ വീക്കർ സെക്ഷൻസിനെയും SCസിനെയും STസിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് ആർട്ടിക്കിൾ 46 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ വൺ വേർഡായി ചോദിക്കാറുണ്ട്. അതുപോലെ ടു പ്രൊഹിബിറ്റ് ദ കൺസംഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ് വിച്ച് ആർ ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. ഈ കോണ്ടെക്സ്റ്റിൽ ഈ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാണ് 47. എന്താണ്? ടു പ്രൊഹിബിറ്റ് കൺസംഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ്, അതായത് മദ്യം പോലെയുള്ള ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ഒഴിവാക്കാനും, അതുപോലെ തന്നെ ഡ്രഗ്സ് വിച്ച് ആർ ഇഞ്ചൂറിയസ് ടു ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പറയുക, ഹെൽത്ത് ഡേഞ്ചറസ് ആക്കുന്ന രീതിയിലുള്ള എല്ലാ ഡ്രഗ്സും, അതുപോലെ തന്നെ ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, ഇപ്പോൾ ഈ പറഞ്ഞ മദ്യം പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ആർട്ടിക്കിൾ 47 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു പ്രൊഹിബിറ്റ് ദ സ്ലോട്ടർ ഓഫ് കൗസ്, കാവ്സ് ആൻഡ് അതർ മിൽക്ക് ആൻഡ് ഡ്രോട്ട് കാറ്റൽസ് ടു ഇംപ്രൂവ് ദർ ബ്രീഡ്സ്. ആർട്ടിക്കിൾ 48 എന്താ പറഞ്ഞിരിക്കുന്നത്? കൗ സ്ലോട്ടർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു അല്ലേ? അടുത്തത് നമുക്ക് നോക്കാം, ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. എന്താ ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്? വളരെ ലിബറലായിട്ട്, ഫിലോസഫിക്കലി ലിബറലായിട്ടിരിക്കുന്ന ഐഡിയോളജീസ് ആണ് എന്ത്? ലിബറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. എന്താണ്? ടു സെക്യൂർ ഓൾ സിറ്റിസൺസ് ഇൻ യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദ കൺട്രി. ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ്. എന്താണ്? ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് ആണ്. ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ് UCC. എന്താ പറഞ്ഞിരിക്കുന്നത്? ടു സെക്യൂർ ഫോർ ഓൾ ദ സിറ്റിസൺസ് എ യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദ കൺട്രി. എല്ലാ നിയമവും അല്ലേ, റിലീജിയസ് അല്ലാത്ത രീതിയിൽ എല്ലാം കോഡിഫൈ ചെയ്ത് ഏകീകരിക്കപ്പെട്ട ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടി പറയുന്നത് എന്താണ്? UCC ആണ് അല്ലേ, യൂണിഫോം സിവിൽ കോഡ്. അപ്പോൾ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 44 ആണ്. ഇത് എന്ത് തരം പ്രിൻസിപ്പിളാണ്? ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് വിച്ച് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലേ. 2 ടു പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ദ ചിൽഡ്രൻ അണ്ടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 6 years. 6 വയസ്സ് വരെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ. 45 ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 44 45. അതുപോലെ ടു ഓർഗനൈസ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ഓൺ മോഡേൺ ആൻഡ് സയൻറ്റിഫിക് ലൈൻസ്. ആർട്ടിക്കിൾ 48 ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് ടു സേഫ് ഗാർഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. ഏതാണ്? ആർട്ടിക്കിൾ 48A ആണ്. ടു പ്രൊട്ടക്ട് മോണ്യുമെൻറ്റ്സ്, പ്ലേസസ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് ആർട്ടിസ്റ്റിക് ഓർ ഹിസ്റ്റോറിക് ഇൻട്രസ്റ്റ് വിച്ച് ആർ ഡിക്ലെയർഡ് ടു ബി നാഷണൽ ഇമ്പോർട്ടൻസ്. ആർട്ടിക്കിൾ 49 ഏതാണ്? മോണ്യുമെൻറ്റ്സും പ്ലേസസും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇന്ത്യയുടെ എന്താ പറയുക പല മോണ്യുമെൻറ്റ്സും എന്താ ചെയ്യേണ്ടത്? പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഇത് എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറഞ്ഞിരിക്കുകയാണ്. ടു സെപ്പറേറ്റ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. എപ്പോഴും ചോദിക്കുന്നതാണ്. ജുഡീഷ്യറി എക്സിക്യൂട്ടീവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 50 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു സെപ്പറേറ്റ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് ഇൻ ദ പബ്ലിക് സർവീസ് ഓഫ് ദ സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 50. ടു പ്രൊമോട്ട് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ആൻഡ് മെയിൻറ്റെയിൻ just and honorable relations between nations to foster respect for international law and treaty obligations to encourage settlement of international disputes by arbitration. അതായത് ഇൻ്റർനാഷണൽ പീസും പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാണ് ആർട്ടിക്കിൾ 51. അപ്പോൾ 36 to 51 ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞു. ഇതിൽ നമുക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും കൂടെ പഠിക്കുമ്പോൾ, അടുത്തത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ്, പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ചില ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഡയറക്റ്റീവ് ഇപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമുക്ക് റഫ്ലി അറിയാമല്ലേ, പഠിക്കുന്നതിന് മുമ്പായാലും ഒരു നമുക്ക് റഫ്ലി അറിയാം എന്താണ് ഒരു സിറ്റിസന് പാലിക്കേണ്ട ഡ്യൂട്ടീസ്, റൈറ്റ്സ് എൻജോയ് ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പറയുന്നത് അല്ലേ.
ഈ രണ്ട് സെപ്പറേറ്റ്, ഇപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ 5th 7th ഞാൻ റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഈ 5th 7th ഇതിലെ ഈ ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസിൻ്റെ ഏതിലായി ബന്ധപ്പെട്ടതാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ഈ 5 7 ഇൻഡിപെൻഡൻ്റ്ലി വായിക്കുമ്പം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണോ, നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണോ, അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണോ എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ വരും. മനസ്സിലായല്ലോ അല്ലേ? അതായത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആണോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണോ എന്ന് നമുക്ക് സംശയം വരും. എന്തുകൊണ്ടാണ്? കാരണം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കുറച്ച് വേഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണെന്ന് ഓർമ്മ വേണം. എസ്പെഷ്യലി എന്തൊക്കെയാണ് 49 51. 49 എന്താ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ നോക്കാം. ടു പ്രൊട്ടക്ട് മോണുമെൻറ്റ്സ്, പ്ലേസസ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് ആർട്ടിസ്റ്റിക് ഓർ ഹിസ്റ്റോറിക് ഇൻട്രസ്റ്റ്. ചിലപ്പോൾ നമ്മുടെ ഡ്യൂട്ടി ആയിട്ട് തോന്നും അല്ലേ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ട് തോന്നും. കാരണം എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോണുമെൻറ്റ്സും ഹെറിറ്റേജ് സൈറ്റ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ടു പ്രൊമോട്ട് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. 51 പറഞ്ഞിരിക്കുന്നത് ടു പ്രൊമോട്ട് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. അപ്പോൾ ഇത് സിറ്റിസൺസിൻ്റെ ഡ്യൂട്ടി ആണോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണോ എന്നുള്ള സംശയം വരും. അതുകൊണ്ട് പ്ലീസ് മേക്ക് ഇറ്റ് ക്ലിയർ. ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ഇത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അല്ല. സോ 49 51 കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. മോണുമെൻറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ പറയുന്നതും, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ട്സ് ആർബിട്രേഷൻ വഴി, മീഡിയേഷൻ വഴി തീർപ്പ് ആക്കണം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അല്ല, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. പിന്നെ ന്യൂ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് 42nd അമെൻമെൻറ്റ്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അമെൻമെൻറ്റ് കാരണം വേറെ ഏതെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ നോക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണിത്. 42nd അമെൻമെൻറ്റ് ആഡ് ചെയ്തിരിക്കുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് നോക്കാം. The 42nd Amendment Act of 1976 added 4 new directive principles to the original list. They require the state to secure opportunities for healthy development of children. Article 39 എന്താ പറഞ്ഞിരിക്കുന്നത്? To secure opportunities for healthy development of children. കുട്ടികളുടെ ആരോഗ്യപരമായ വളർച്ചയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 39 ആണല്ലേ. അതുപോലെ ടു പ്രൊമോട്ട് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ടു പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദി പുവർ. ഫ്രീ ലീഗൽ എയ്ഡ് നമ്മൾ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ആർട്ടിക്കിൾ 39A. അതുപോലെ ഇത് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങോ ഫിൽ ഇൻ ദ പ്ലാൻസ് ഒക്കെ ആയിട്ട് ചോദിക്കാം. To take steps to secure the participation of workers in the management of industries. To take steps to secure the participation of workers in the management of industries. ഇൻഡസ്ട്രീസിൽ ജോലിക്കാരുടെ പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റിൽ. ടു പ്രൊട്ടക്ട് ദി 43A ആണത്. ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദി എൻവയോൺമെൻറ്റ് ആൻഡ് ടു സേഫ് ഗാർഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. ആർട്ടിക്കിൾ 48A. എന്താണ്? ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദി എൻവയോൺമെൻറ്റ് ആൻഡ് ടു സേഫ് ഗാർഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. ആർട്ടിക്കിൾ 48A. ഇതൊക്കെ എന്താണ്? 42nd അമെൻമെൻറ്റ് 1976 ആഡ് ചെയ്ത 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. 44th Amendment Act of 1978 added one more directive principle which requires the state to minimize inequalities in income, status, facilities and opportunities. ആർട്ടിക്കിൾ 38 നമ്മൾ പറഞ്ഞു അല്ലേ, ഇൻകം ഇനീക്വാലിറ്റി അതുപോലെ തന്നെ വെൽത്ത് കോൺസെൻട്രേഷനൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഡയറക്റ്റീവ്സ് കൈക്കൊള്ളണം എന്ന് പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാണ്. അതെങ്ങനെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്? 44th Amendment Act of 1978. ഇതാണ് 44th Amendment Act of 1978 added one more directive principle which requires the state to minimize inequalities in income, status, facilities and opportunities. Article 38. പിന്നെ 86th Amendment Act of 2002 changed the subject matter of Article 45 and made elementary education a fundamental right. Article 21A. The amended directive requires the state to provide early childhood care. അപ്പോൾ 45 കണ്ടന്റ് മാറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? ഏർലി ചൈൽഡ്ഹുഡ് കെയർ അണ്ടിൽ ദ കംപ്ലീഷൻ ഓഫ് 6 years എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് 86th Amendment ആണ് മാറ്റിയിരിക്കുന്നത്. 97th Amendment Act of 2011 added new directive principle repealing the relating to cooperative societies. It requires state to promote voluntary formation, autonomous functioning, democratic control and professional management of cooperative societies. 43B. കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ടുള്ള 97th Amendment ആണ് 43B അല്ലേ. അപ്പോൾ സാങ്ഷൻ ബിഹൈൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഇത് നിയമപരമായിട്ട് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ്. അതായത് എന്താണ് അപ്പോൾ ഇത് നിയമപരമായിട്ട് ജസ്റ്റിഷ്യബിൾ അല്ലെങ്കിൽ പിന്നെ ഇതിനെ കൊണ്ടെന്താ കാര്യം എന്നുള്ളതാണ് അടുത്ത സെക്ഷൻ. പാർട്ട് 4 ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഓർമ്മ വേണേ, പാർട്ട് 4 ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. പാർട്ട് 4. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ദോ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോൺ ജസ്റ്റിഷ്യബിൾ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 37 മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് ദീസ് പ്രിൻസിപ്പിൾസ് ആർ ഫണ്ടമെന്റൽ ഇൻ ഗവർണൻസ് ഓഫ് ദ കൺട്രി ആൻഡ് ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു അപ്ലൈ ദീസ് പ്രിൻസിപ്പിൾസ് ഇൻ മേക്കിംഗ് ലോസ്. എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോൺ ജസ്റ്റിഷ്യബിൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കോടതിയിൽ പോയിട്ട് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നറിയാം. എന്നിട്ടും
ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പ്രിൻസിപ്പിൾസ് എല്ലാം എന്താ പറഞ്ഞിരിക്കുന്നത്? ആർ ഫണ്ടമെൻ്റൽ ഇൻ ഗവർണൻസ്. ഭരിക്കുന്ന സമയത്ത് വളരെ ഫണ്ടമെൻ്റലാണ് ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണിത്, ഫണ്ടമെൻ്റൽ ആണെന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു അപ്ലൈ ദീസ് പ്രിൻസിപ്പിൾസ് ഇൻ മേക്കിംഗ് ലോസ്. ഭരിക്കുന്ന സമയത്ത്, നിയമങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തിട്ട് വേണം നിയമങ്ങൾ ഉണ്ടാക്കാൻ എന്ന് പറയുന്നു, അല്ലേ? They impose a moral obligation on the state authorities for their application, but the real force behind them is political, that is the public opinion. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? ഇതൊരു മോറൽ ഒബ്ലിഗേഷനാണ്. അതായത് ഇതിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വില്ലേജ് പഞ്ചായത്ത് ഉണ്ടാക്കുക, അവർക്ക് കൂടുതൽ ഓട്ടോണമി കൊടുക്കുക, കൂടുതൽ പവേഴ്സ് കൊടുക്കുക, അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കുക, അതുപോലെ 45th ആർട്ടിക്കിൾ പറയുന്നത് പോലെ കുട്ടികൾക്ക് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള പ്രൊട്ടക്ഷൻ, അവരുടെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? ഇതൊക്കെ വെച്ചിട്ടാണ് നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഇതിനെ ഹനിക്കുന്ന രീതിയിൽ ഗവൺമെൻറ് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം അതൊരു മോറൽ ഒബ്ലിഗേഷനാണ് ഗവൺമെൻറ്റിന്. അതുപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയൻ എന്താവും? ഇപ്പോൾ പൊളിറ്റിക്കലാവും ഇത്. എന്താണ്? കാരണം അടുത്ത തവണ വോട്ട് കൊടുക്കുമോ? ഇതൊന്നും പാലിക്കാതെയാണ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന രീതിയിൽ ആൾക്കാരെ അല്ലെങ്കിൽ ജനങ്ങളെ മാനിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഫിലോസഫിക്കലി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ ഹനിക്കുന്ന രീതിയിൽ ഒരു പോളിസി ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത തവണ ഈ പറയുന്ന ഭരിക്കുന്ന പാർട്ടിക്ക് വോട്ട് കിട്ടാനുള്ള സാധ്യത എന്താണ്? കുറവാകും. അതുകൊണ്ടാണ് ഈ രീതിയിൽ പറയുന്നത്. എന്താണ്? എന്ത് തരമാണ്? ഒരു മോറൽ ഒബ്ലിഗേഷൻ മാത്രമല്ല, എന്താണ്? they impose a moral obligation on the state authorities for their application, but the real force behind them is political, that is public opinion. Public opinion എതിരാവില്ലേ? As observed by the Alladi Krishnaswamy Iyer, no ministry responsible to the people can afford light-heartedly to ignore the provisions in Part 4 of the Constitution. Similarly, Dr. B.R. Ambedkar said that in Constituent Assembly that a government which rests on popular vote can hardly ignore the ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ പോളിസി ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് തന്നെ മാനിക്കണം? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ മുൻനിർത്തിക്കൊണ്ടല്ലാതെ പോളിസീസോ ലോസോ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അതർവൈസ് എന്ത് സംഭവിക്കും? ആൾക്കാർ വോട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. ദ ഫ്രെയിമേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മെയ്ഡ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നോൺ ജസ്റ്റിഷ്യബിൾ ആൻഡ് ലീഗലി നോൺ എൻഫോഴ്സിബിൾ ബിക്കോസ്. പക്ഷേ അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ, ദ കൺട്രി ഡിഡ് നോട്ട് പോസസ് സഫിഷ്യൻറ്റ് ഫിനാൻഷ്യൽ റിസോഴ്സ് ടു ഇംപ്ലിമെൻറ്റ് ദം. അതായത് പലപ്പോഴും ഫിനാൻഷ്യൽ റിസോഴ്സസ് ആ സമയത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്തില്ല. അപ്പോൾ ഇതിനൊക്കെ ഭയങ്കര എക്സ്പെൻഡിച്ചർ വേണം, അല്ലേ? പബ്ലിക് എക്സ്ചക്കറിന് ഒരുപാട് എക്സ്പെൻഡിച്ചർ പോകുന്നത് കൊണ്ടാണ് ഈ പറയുന്ന സഫിഷ്യൻറ്റ് ഫിനാൻഷ്യൽ സോഴ്സസ് ഇല്ലാത്തത് കാരണമാണ് അത് നമ്മൾ എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, കോടതിയിൽ പോകാൻ പറ്റില്ല എന്ന രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമേഴ്സ് ആദ്യം തന്നെ ഇതിലെ ഈ പറയുന്ന രീതിയിൽ നോൺ എൻഫോഴ്സിബിൾ ആക്കിയിരിക്കുന്നത്. 2, ദ പ്രസൻസ് ഓഫ് വാസ്റ്റ് ഡൈവേഴ്സിറ്റി ആൻഡ് ബാക്ക്വേർഡ്നെസ് ഇൻ ദ കൺട്രി വുഡ് സ്റ്റാൻഡ് ഇൻ ദ വേ ഓഫ് ദർ ഇംപ്ലിമെൻറ്റേഷൻ. പലപ്പോഴും പല രീതിയിലുള്ള ഡിസ്പാരിറ്റീസ് ഉണ്ട്, അല്ലേ? അപ്പോൾ അതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ എന്നാൽ പിന്നെ അത് ചെയ്യേണ്ട എന്നുള്ള പോലെ വിചാരിക്കുന്നത്. ഇപ്പോൾ ദ ന്യൂലി ബോൺ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് വിത്ത് ഇറ്റ്സ് മെനി പ്രീ ഓക്യുപ്പേഷൻസ് മൈറ്റ് ബി ക്രഷ്ഡ് അണ്ടർ ദ ബർഡൻ അൺലെസ് ഇറ്റ് വാസ് ഫ്രീ ടു ഡിസൈഡ് ദ ഓർഡർ, ദ ടൈം, ദ പ്ലേസ് ആൻഡ് ദ മോഡ് ഓഫ് ഫുൾഫില്ലിംഗ് ദം. അപ്പോൾ പലപ്പോഴും ഒരു ഡെവലപ്പിംഗ് രാജ്യം എന്ന രീതിയിലല്ലാണ്ട് ഒരു അണ്ടർ ഡെവലപ്ഡ് രാജ്യമായിരുന്നു, അല്ലേ? 1947 നമുക്ക് ഫ്രീഡം കിട്ടുമ്പോൾ. അപ്പോൾ ആ സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിമേഴ്സ് ഒരു ഡെവലപ്മെൻറ്റിനെയോ മറ്റു കാര്യങ്ങൾക്കോ ഹിൻഡർ ചെയ്യരുത് എന്ന രീതിയിലാണ് ഈ പറയുന്ന നിയമം വഴി എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇതിനെ ആക്കിയിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ദെയർഫോർ ടേക്കിംഗ് എ പ്രാഗ്മാറ്റിക് വ്യൂ റിഫൈൻഡ് ഫ്രം ഗിവിംഗ് ടീത്ത് ടു ദ പ്രിൻസിപ്പിൾസ്. ദേ ബിലീവ്ഡ് മോർ ഇൻ അവേക്കൻഡ് പബ്ലിക് ഒപ്പീനിയൻ റാദർ ദാൻ കോർട്ട് പ്രൊസീജിയേഴ്സ് ആസ് അൾട്ടിമേറ്റ് സാങ്ഷൻ ടു ഫുൾഫിൽമെൻറ്റ് ഓഫ് ദി പ്രിൻസിപ്പിൾസ്. അപ്പോൾ എന്താ വിചാരിച്ചത്? ഈ അധികാരമൊക്കെ എന്താണ്? ആൾക്കാർക്ക്, ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു ഫ്രെയിമേഴ്സ്. എന്താ കാര്യം അത്? അതായത് എല്ലാത്തിനും ഈ പറയുന്ന കോർട്ട് പ്രൊസീജിയേഴ്സും നിയമവും അതുപോലെ തന്നെ അതിൻ്റെ വിധിയും കാക്കാതെ തന്നെ ഈ രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെ പറ്റും? അതൊരു പ്രാഗ്മാറ്റിക് വ്യൂ ആണ്. പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? പ്രാക്ടിക്കൽ വ്യൂ ആണ്. എങ്ങനെ? അതായത് ഈ പറയുന്ന പോളിസീസ് ഒന്നും നടപ്പിലാക്കിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത തവണ വോട്ട് കൊടുക്കില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ ഒരു മോറൽ ആൻഡ് പൊളിറ്റിക്കൽ സാങ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ക്രിറ്റിസിസം ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എല്ലാത്തിനും നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൊക്കെ പറഞ്ഞു. അതുപോലെ ക്രിറ്റിസിസം ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നോക്കാം. നോ ലീഗൽ ഫോഴ്സ്, അത് നമ്മൾ പറഞ്ഞു. അതായത് എന്താണ്? ലീഗൽ ഫോഴ്സ് ഇല്ലല്ലേ? ഇതിന് ലീഗാലിറ്റി എങ്ങനെ ഇത് എൻഫോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതറിയില്ല, എങ്ങനെയാണ് എൻഫോഴ്സ് ചെയ്യാമെന്ന് അറിയില്ല. ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഹാവ് ബീൻ ക്രിട്ടിസൈസ്ഡ് മെയിൻലി ബിക്കോസ് ഓഫ് ദർ നോൺ ജസ്റ്റിഷ്യബിൾ ക്യാരക്ടർ. While K.T. Shah dubbed that pious superfluities and compared them with a check on a bank payable only with the resources of the bank's permit. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു ചെക്ക് അല്ലേ, ബാങ്കിൻ്റെ സൗകര്യത്തിനല്ലല്ലോ ചെക്ക് പേ ചെയ്യുക, അല്ലേ? നമ്മുടെ കയ്യിൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ബാങ്ക് നിർബന്ധമായി പേ ചെയ്യണ്ടേ? നേരെ മറിച്ച് ഇത് എന്താ, ഇതിലേതുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്? അതായത് ബാങ്കിന് റിസോഴ്സസ് ഉണ്ടെങ്കിൽ പേ ചെയ്യുന്ന ഒരു ചെക്ക് പോലെയായി പോയി എന്ന് പറഞ്ഞു. അതായത് അതിന് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതത് പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ ഗവൺമെൻറ്, ഇൻ പവറിലുള്ള ഗവൺമെൻറ് തീരുമാനിച്ചാൽ മാത്രം അവർക്ക് തോന്നിയാൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഒരു
ക്രിറ്റിസിസം പറഞ്ഞിരിക്കുക. അത് തന്നെയാണ്. അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു, എന്താണ് അതിന് അങ്ങനെ ഉണ്ടാക്കാനുള്ള കാരണം, നോൺ ജസ്റ്റിഷ്യബിൾ ആക്കാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ക്രിറ്റിസിസത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? നോ ലീഗൽ ഫോഴ്സ്, ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. 2, ഇല്ലോജിക്കലി അറേഞ്ച്ഡ്. ഡയറക്റ്റീവ്സ് ആർ നൈദർ പ്രോപ്പർലി ക്ലാസിഫൈഡ് നോർ ലോജിക്കലി അറേഞ്ച്ഡ്. അപ്പോൾ അതായത് ഈ പ്രിൻസിപ്പിൾസ് എന്താണ്? ഇല്ലോജിക്കലി അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. 3, കൺസർവേറ്റീവ്. അക്കോർഡിംഗ് ടു ഐവർ ജെന്നിങ്സ്, the directive principles are based on the political philosophy of 19th century England. He remarked that the ghost of Sidney Webb and Beatrice Webb stands through the pages of the text. അപ്പോൾ കൺസർവേറ്റീവ് ആണെന്ന് പറയുന്നു. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺഫ്ലിക്റ്റ്. കെ സന്താനം ഹാസ് പോയിന്റഡ് ഔട്ട് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ലീഡ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് സെൻറ്റർ, ബിറ്റ്വീൻ ദ പ്രസിഡന്റ് ആൻഡ് ദ പ്രൈം മിനിസ്റ്റർ, ആൻഡ് ബിറ്റ്വീൻ ദ ഗവർണർ ആൻഡ് ദ ചീഫ് മിനിസ്റ്റർ. അക്കോർഡിംഗ് ടു ഹിം, ദ സെൻറ്റർ can give directions to the state with regard to implementation of these principles, and in case of non-compliance can dismiss the state government. Similarly, when the prime minister gets a bill passed by the parliament, the president may reject the bill on the ground that these principles are fundamental to the governance of the country, and hence the ministry has no right to ignore them. The same constitutional conflict may occur between the governor and chief minister at the സ്റ്റേറ്റ് ലെവൽ. ഇത് ബില്ലുകളൊക്കെ പാസ്സാക്കുന്നതിൽ കോൺട്രാഡിക്ഷൻ വരുത്തും എന്ന് പറയുന്നു, കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഒരു ബില്ല് എന്താ പറയുക, നിയമസഭ പാസ്സാക്കി, അപ്പോൾ ഗവർണർ പറയാണ് ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ ഹനിക്കുന്നതാണ്, അതുകൊണ്ട് പാസ്സാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുമെന്ന് പറയുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഒരു എന്താ പറയുക, പൊതുവിൽ ഇപ്പോൾ KS പോലുള്ള എക്സാമിനേഷന് നമുക്ക് ഈ ഇത് വരും അല്ലേ, എന്താണ് പിന്നെ റിട്ടേൺ ക്വസ്റ്റ്യൻസ് വരില്ലേ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതുപോലും. അതായത് ക്രിറ്റിസിസം ഓഫ് ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ക്രിറ്റിസിസം ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ക്രിറ്റിസിസം ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പം ഫിലോസഫിക്കലിയും കൂടി പഠിക്കേണ്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒരു റിവിഷൻ നടത്തുന്നത്. പിന്നെ യൂട്ടിലിറ്റി ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഇൻ സ്പൈറ്റ് ഓഫ് ദ എബോവ് ക്രിറ്റിസിസം ആൻഡ് ഷോർട്ട് കമ്മിങ്സ്, ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ not an unnecessary appendage to the constitution. The constitution itself declares that they are fundamental to the governance of the country. According to L.M. Singhvi, the eminent jurist and diplomat, the directive principles are life-giving provisions of the constitution. They constitute the stuff of the constitution and is philosophy of the social justice. അപ്പോൾ ഒരുപാട് പേര് ഇതിന് അനുകൂലമായിട്ടും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതാണ് സ്റ്റഫ്, അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക, ഇത് വെറും മിയർ അപ്പൻഡേജ് അല്ല, വെറുതെ തൊന്നിക്കൂട്ടി വെച്ചൊരു കാര്യമല്ല. എന്താണത്? വളരെ നെസസറി ആയിട്ടുള്ള പ്രൊവിഷനാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അത് ലൈഫ് ഗിവിംഗ് ജീവൻ വെപ്പിക്കുന്ന, കോൺസ്റ്റിറ്റ്യൂഷനെ ജീവൻ വെപ്പിക്കുന്ന പ്രൊവിഷൻസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ആരാ പറഞ്ഞിരിക്കുന്നത്? L.M. Singhvi ആണ് പറഞ്ഞിരിക്കുന്നത്. L.M. Singhvi, the eminent jurist and diplomat, said that the directive principles are life giving provisions of the constitution. They constitute the stuff of the constitution and its philosophy of social justice എന്ന് പറയുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. Sir B.N. Rao, the constitutional advisor to the Constituent Assembly, stated that the directive principles are intended as moral precepts for the authorities of the state. They have at least an educative value. അപ്പോൾ എന്തായാലും പാലിക്കപ്പെടേണ്ട മോറലായിട്ടുള്ള ഒബ്ലിഗേഷൻ ആണെങ്കിൽ കൂടി പാലിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ടാണ് ആര് പറഞ്ഞിരിക്കുന്നത്? B.N. Rao, the constitutional advisor പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിൽ നോ ലീഗൽ റെമഡീസ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ആൻഡ് യൂസ്ഫുൾ ഇൻ ദ ഫോളോയിങ് വേസ്. അപ്പോൾ ലീഗൽ റെമഡി ഒന്നും ഇല്ലെങ്കിലും ഏതൊക്കെ രീതിയിലാണ് നോക്കാം. ദേ ആർ ലൈക്ക് ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് ജനറൽ റെക്കമെൻഡേഷൻസ് അഡ്രസ് ടു ഓൾ അതോറിറ്റീസ് ഇൻ ദ ഇന്ത്യൻ യൂണിയൻ. ദേ റിമൈൻഡ് ദം ഓഫ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഓർഡർ വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എയിംസ് അറ്റ് ബിൽഡിംഗ്. ഏത് രീതിയിലുള്ള ഒരു സൊസൈറ്റിയാണോ ബിൽഡ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്നത്, അതിലേക്കുള്ള ഡയറക്റ്റീവാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ദേ ഹാവ് സെർവ്ഡ് ആസ് എ യൂസ്ഫുൾ ബീക്കൺ ലൈറ്റ്സ് ടു ദ കോർട്സ്. ഇപ്പം കോടതികൾക്ക് ചില കാര്യങ്ങൾ, നിയമങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യാനും മുന്നോട്ട് പോകാൻ ഇതൊരു ബീക്കൺ ലൈറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, ഡയറക്ഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ദേ ഫോം ദ ഡോമിനേറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ടു ഓൾ ദ സ്റ്റേറ്റ് ആക്ഷൻ, ലെജിസ്ലേറ്റീവ് ഓർ എക്സിക്യൂട്ടീവ്, ആൻഡ് ഓൾസോ ഗൈഡ് ടു ദ കോർട്സ് ഇൻ സം റെസ്പെക്ട്സ്. ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു പറഞ്ഞു. ദേ ആംപ്ലിഫൈ പ്രിയാമ്പിൾ വിച്ച് സോളംലി റിസോൾവ്സ് ടു സെക്യൂർ ഓൾ ദ സിറ്റിസൻസ് ഓഫ് ഇന്ത്യൻ ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രാറ്റർണിറ്റി. ഇത് എന്താണ് ആംപ്ലിഫൈ? ആംപ്ലിഫൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുക അല്ലേ, ആംപ്ലിഫയർ എന്നൊക്കെ കേട്ടില്ലേ. അപ്പോൾ എന്താ ആംപ്ലിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിയാമ്പിളിൻ്റെ വാല്യൂസിനെ ആംപ്ലിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഏതാ പാർട്ട് 4 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾസ് 36 to 51 അല്ലേ. ദ ഡയറക്റ്റീവ് ആൾസോ പ്ലേ ദ ഫോളോയിങ് റോൾസ്. ദേ ഫെസിലിറ്റേറ്റ് സ്റ്റെബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി ഇൻ ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ പോളിസീസ്, ഇൻ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഫിയേഴ്സ്. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അതുപോലെ ദേ ആർ സപ്ലിമെൻ്ററി ടു ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതുമാണ്. ദർ ഇംപ്ലിമെൻറ്റേഷൻ ക്രിയേറ്റ്സ് എ ഫേവറബിൾ അറ്റ്മോസ്ഫിയർ ഫോർ ദ ഫുൾ ആൻഡ് പ്രോപ്പർ എൻജോയ്മെൻറ്റ് ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബൈ ദി സിറ്റിസൻസ്. അതുപോലെ ദേ ആർ എനേബിൾ ദ ഓപ്പോസിഷൻ ടു എക്സൈസ് ഇൻഫ്ലുവൻസ് ആൻഡ് കൺട്രോൾ ഓവർ ദി ഓപ്പറേഷൻസ് ഓഫ് ദ ഗവൺമെൻറ്. ദേ സെർവ് എസ് എ ക്രൂഷ്യൽ ടെസ്റ്റ് ഫോർ ദ പെർഫോമൻസ് ഓഫ് ദ ഗവൺമെൻറ്. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. 5th, they serve as a crucial test for the performance of the government, and the people can examine the policies and programs of the government in the light of these constitutional declarations. They serve as common political manifesto. A ruling party, irrespective of its political ideology, has to recognize the facts that these principles are intended to be its guide, philosopher friend in its legislative and executive acts. അപ്പോൾ ഈ 2 കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം.
ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതെന്താ ക്രൂഷ്യൽ ടെസ്റ്റാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഒരു ക്രൂഷ്യൽ ടെസ്റ്റ് പെർഫോം ചെയ്യുന്നു പറയുന്നത് അല്ലേ. എന്താണത്? ഫോർ ദ പെർഫോമൻസ് ഓഫ് ദി ഗവൺമെൻറ്, പെർഫോമൻസ് അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാരാമീറ്ററാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്റൻസ് ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും? ജസ്റ്റിഫൈ, എന്താ പറയുക, എന്താ ക്വസ്റ്റ്യൻ ഉണ്ടാവുക? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ക്രൂഷ്യൽ ടെസ്റ്റ് ഫോർ ദ പെർഫോമൻസ് ഓഫ് ഗവൺമെൻറ്, ജസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ എന്ത് പറയും? ഒരു പേപ്പറിൽ നമുക്ക് നോക്കാം അല്ലേ എന്താണെന്ന്. അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ അത് പറയാം? ഒന്ന്, എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് എഴുതും അല്ലേ, എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. രണ്ട്, വേണമെങ്കിൽ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എഴുതുന്ന സമയത്ത് നമുക്ക് 3 പ്രിൻസിപ്പിൾസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന പറയും. ഗാന്ധിയൻ, സോഷ്യലിസ്റ്റിക്, അതുപോലെ തന്നെ ലിബറൽ ഇൻ്റലക്ച്വൽ. നമ്മളിപ്പോൾ പറഞ്ഞാണല്ലോ ഈ 3 ചെറിയ ബ്രീഫ് സെറ്റപ്പ് കൊടുക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാക്കലാണെന്ന് പറയാം. വെൽഫെയർ സ്റ്റേറ്റ് അല്ലേ. അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, അതായത് ഇൻകം സ്റ്റേറ്റസ് ഡിസ്പാരിറ്റി, അങ്ങനെയുള്ള ഇൻകം ഡിസ്പാരിറ്റി, അതുപോലെ തന്നെ വെൽത്ത് കോൺസെൻട്രേഷൻ, അതൊക്കെ ഒഴിവാക്കാനും. നാലാമത്തെ എന്താണ്? ഈ പറഞ്ഞ വീക്കർ സെക്ഷൻസ്, SC ST അതുപോലെയുള്ള ഡിപ്രസ്ഡ് ക്ലാസ്സസ്, അങ്ങനെയുള്ളവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനും. അതുപോലെ ഇപ്പോൾ വില്ലേജ്, അതായത് വില്ലേജ് പഞ്ചായത്തുകൾ ഫോം ചെയ്യാനും അവർക്ക് ഓട്ടോണോമി കൊടുക്കാനും. അതുപോലെ കുട്ടികളുടെ സംരക്ഷണം അല്ലേ, ഫ്രീ ലീഗൽ എയ്ഡ്, സാധാരണഗതിയിൽ ആൾക്കാർക്ക് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പുവർ. പിന്നെ മോണ്യുമെൻറ്റ്സ് സംരക്ഷിക്കൽ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സൈറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഈ പറയുന്ന പോളിസീസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസുമായിട്ട് എലൈൻ ചെയ്യപ്പെട്ടില്ലെങ്കിൽ എന്തു പറ്റും? അടുത്ത തവണ വോട്ടിംഗ് വരുമ്പോൾ എന്ത് പറ്റും? ജയിക്കൂല, ഫെയിലിയർ ആവും അല്ലേ. അതുകൊണ്ടാണ് നമ്മളെന്ത് പറയുന്നത്? ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസിനെ അളക്കുന്ന പാരാമീറ്ററായിട്ട് ഇത് മാറുമെന്ന് പറയുന്നത്, ഒരു ടെസ്റ്റായിട്ട് മാറുന്നത്. കാരണം ഇപ്പോൾ വെൽഫെയർ സ്റ്റേറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വീക്കർ സെക്ഷന് വേണ്ടിയിട്ട് അവരെ മറന്നുകൊണ്ട് പോളിസീസ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വില്ലേജ് പഞ്ചായത്തുകൾക്ക് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ലീഗൽ എയ്ഡ് ഇപ്പോൾ സാധാരണക്കാർക്ക് പല രീതിയിലുള്ള എമ്യൂണിറ്റീസ് കുറച്ചു, അല്ലെങ്കിൽ അവരെ കണക്കാക്കാതെ പോളിസീസ് ഉണ്ടാക്കി, അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിൽ അവരെ കണക്കാക്കിയില്ല. എന്ത് പറ്റും? അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അപ്പോൾ എന്താണ്? ഫെയിലിയർ ഉണ്ടാവും അല്ലേ. എന്താ പറയുക, ഗവൺമെൻറ് അടുത്ത പ്രാവശ്യത്തെ ഇലക്ഷന് ഫെയിലിയർ ഉണ്ടാവും. ഇതാണ് ഇവർക്ക് റെസ്ട്രിക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല. അപ്പോൾ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇൻക്ലൂസീവായിട്ടുള്ള ഇൻക്ലൂസീവ് പോളിസീസ്, എല്ലാ സെക്ഷൻസിനെയും ഒരുപോലെ റെപ്രസെൻ്റ് ചെയ്യുന്ന പോളിസീസ് വിച്ച് വിൽ ഫൈനലി പേ ഫോർ വെൽഫെയർ സ്റ്റേറ്റ്. അൾട്ടിമേറ്റ്ലി എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു വെൽഫെയർ സ്റ്റേറ്റ്. അപ്പോൾ അതിൽ തന്നെ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്? ഇൻ്റലക്ച്വൽ ഉണ്ട്, സോഷ്യലിസ്റ്റിക് ഉണ്ട്, അതുപോലെ തന്നെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ വില്ലേജ് പഞ്ചായത്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത് നിങ്ങൾ കമൻറ്റിൽ പറയാൻ പറ്റണം നല്ലതാണ്. ക്ലാസ് കേട്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വില്ലേജ് പഞ്ചായത്സിൻ്റെ ഫോർമേഷൻ ആർട്ടിക്കിൾ 40 ആണ്. ഇത് ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്? വെദർ ഇറ്റ് ഈസ് ഗാന്ധിയൻ, വെദർ ഇറ്റ് ഈസ് ഇൻ്റലക്ച്വൽ, ഓർ വെദർ ഇറ്റ് ഈസ് സോഷ്യലിസ്റ്റിക് ഒന്ന് പറയണം. അത് നിങ്ങൾ ക്ലാസ് കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റായിട്ട് എടുക്കാം. പിന്നെ ക്ലാസിൻ്റെ എഫക്റ്റീവ്നെസ്സും പറയണം. പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിലുള്ള ഡിസ്കഷൻസ് ഉണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് മിനർവ മിൽസ് കേസും അതിൻ്റെ എന്താ പറയുക, ഏതാണ് വലുത്? ഇപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്താണ്? ഒരു ഫുൾ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട സൊസൈറ്റീനെ ബന്ധപ്പെട്ട കാര്യമാണ്, ഒരു ഇൻഡിവിജ്വലിനെ ബന്ധപ്പെട്ട കാര്യമല്ല അല്ലേ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം തന്നെ എന്താ? ഒരു ജസ്റ്റ് സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പോളിസീസാണ്. നേരെ മറിച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പൊതുവിൽ എന്താണ്? ഇൻഡിവിജ്വലിസ്റ്റിക് നേച്ചറാണ് അല്ലേ. അതായത് ഒരാളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇത് രണ്ടും കോൺഫ്ലിക്റ്റിൽ വരികയാണെങ്കിൽ ആർക്കാണ് പ്രൈമസി? അതായത് ഒരാളുടെ റൈറ്റ് അനീക്കപ്പെടുമ്പോഴും അല്ലെങ്കിൽ ഒരു സൊസൈറ്റീൻ്റെ മുഴുവൻ കാര്യം ഒരുമിച്ച് നോക്കുകയും ചെയ്യുന്ന സമയത്ത് ഏതിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ വേണ്ടത് എന്നുള്ളൊരു ഡിബേറ്റ് എപ്പോഴും ഉണ്ട്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് മിനർവ മിൽസ് കേസ്. In Minerva Mills case 1980, the Supreme Court also held that the Indian Constitution is founded on the bedrock of the Constitution. In Minerva Mills case 1980, the Supreme Court also held that the Indian Constitution is founded on the bedrock of the balance between the fundamental rights and directive principles. They together constitute the core
of commitment to social revolution. They are like two wheels of a chariot, one no less than the other. To give absolute primacy to one over the other is to disturb the harmony of the Constitution. This harmony and balance between the two is essential feature of the basic structure of the Constitution. The goals set by directive principles have to be achieved without the abrogation of the means provided by the fundamental rights. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ലോങ് ഡിബേറ്റ് ആയിരുന്നു, ഏതിനാണ് ശക്തി കൂടുതൽ, ഏതിനാണ് പ്രൈമസി കൂടുതൽ, ഏതിന് ഫണ്ടമെന്റൽ റൈറ്റ്സിനാണോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. കാരണം എന്താണ്, ഒന്ന് ഇൻഡിവിജ്വലിസ്റ്റിക് നേച്ചർ ആണെങ്കിൽ മറ്റേതൊരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള പോലെ, ഒരു സ്റ്റേറ്റിനെ ആസ് എ ഹോൾ എന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളാണ്, പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ മിനർവ മിൽസ് കേസിൽ 1980 വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ദ സുപ്രീം കോർട്ട് ആൾസോ ഹെൽഡ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഫൗണ്ടഡ് ഓൺ ദ ബെഡ് റോക്ക് ഓഫ് ബാലൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതി എന്താണ്, ഇത് രണ്ടിൻ്റെയും ഫൈൻ ബാലൻസ് ആണ് പോകേണ്ടത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ബാലൻസ് ചെയ്യണം, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഒരു രഥത്തിൻ്റെ രണ്ട് ചക്രം പോലെയാണ് പറഞ്ഞിരിക്കുന്നത്, ഒന്ന് മറ്റേതിനേക്കാൾ വലുതോ ചെറുതോ അല്ല എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ ടു ഗിവ് അബ്സല്യൂട്ട് പ്രൈമസി ടു വൺ ഓവർ ദി അതർ ഈസ് ടു ഡിസ്റ്റർബ് ദ ഹാർമണി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒന്നിന് പരമാധികാരം കൊടുക്കുക അല്ലെങ്കിൽ അത്രയധികം പ്രൈമസി കൊടുക്കാൻ നമുക്ക് അബ്സല്യൂട്ടായിട്ട് പ്രൈമസി ഇത് തന്നെയാണ് മറ്റേതിനേക്കാളും വലുത്. ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തന്നെയാണ് എല്ലാ സിറ്റുവേഷനിലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനേക്കാളും വലുത് എന്ന് കൊടുക്കുന്നത് ആ ബാലൻസിനെ അല്ലെങ്കിൽ ഹാർമണിയെ തകർക്കുന്ന രീതിയിലാണ് എന്ന് പറയുന്നു. ദേ ആർ ലൈക്ക് ടു വീൽസ് ഓഫ് എ ചാരിയറ്റ്, വൺ നോ ലെസ് ദാൻ ദി അതർ. ടു ഗിവ് അബ്സല്യൂട്ട് പ്രൈമസി ടു വൺ ഓവർ ദി അതർ ഈസ് ടു ഡിസ്റ്റർബ് ദ ഹാർമണി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദിസ് ഹാർമണി ആൻഡ് ബാലൻസ് ബിറ്റ്വീൻ ദ ടു ഈസ് എൻ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത് തമ്മിലുള്ള ബാലൻസും ഹാർമണിയും എന്താണ്, ബേസിക് സ്ട്രക്ചറാണെന്ന് പറയുന്നു. ദ ഗോൾ സെറ്റ് ഔട്ട് ബൈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഹാവ് ടു ബി അച്ചീവ്ഡ് വിത്തൗട്ട് ദ അബ്രോഗേഷൻ ഓഫ് ദി മീൻസ് പ്രൊവൈഡഡ് ബൈ ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോഴും എന്താ പറയുന്നത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഗോള് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ, ഒരു നിയമം പാസ്സാക്കുകയാണെങ്കിൽ എന്ത് തന്നെ ഉറപ്പുവരുത്തണം, ഏതെങ്കിലും രീതിയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ഹനിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഒരു രീതിയിലും ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ഹനിക്കപ്പെടുന്നത്. ഇറ്റ് ഷുഡ് നോട്ട് അബ്രോഗേറ്റ് ദ ഫണ്ടമെൻ്റൽ abrogation of means provided by the fundamental rights. Therefore, the present position that is fundamental rights enjoy supremacy over directive principles. അപ്പോൾ ചെറുതായിട്ട് ഏതിന് തന്നെയാണ് മുൻതൂക്കം, ബാലൻസ് ഒക്കെ വേണമെന്ന് പറഞ്ഞാലും എന്താണ്, ഏതിന് തന്നെയാണ് മുൻതൂക്കം, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, therefore the present position is that the fundamental rights enjoy supremacy over directive principles, yet this does not mean that directive principles cannot be implemented. The parliament can amend the fundamental rights for implementing the directive principles so long as the amendment does not damage or destroy the basic structure of the constitution. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രസൻറ്റ് പൊസിഷൻ എന്താണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തന്നെയാണ് കൂടുതൽ പ്രൈമസി എൻജോയ് ചെയ്യുന്നത്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാം. ദ പാർലമെൻറ്റ് ക്യാൻ അമെൻഡ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സോ ലോങ് ആസ് ദി അമെൻഡ്മെൻറ്റ് ഡസ് നോട്ട് ഡാമേജ് ഓർ ഡിസ്ട്രോയ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താ പറഞ്ഞിരിക്കുന്നത്, യെറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഏതെങ്കിലും രീതിയിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ഏതെങ്കിലും രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഗവൺമെൻറ് ഇതുണ്ടെങ്കിൽ, എന്താ പറയുക, എയിം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് ബേസിക് സ്ട്രക്ചർ തകർക്കാത്ത രീതിയിൽ അമെൻഡ് ചെയ്യാം. ബേസിക് സ്ട്രക്ചർ ഏത് ഡോക്ടറിന് എപ്പോഴാണ് പറഞ്ഞത്, 1973 കേശവാനന്ദ ഭാരതി കേസ് അല്ലേ. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ പല നിയമങ്ങൾ, ഇപ്പോൾ മെറ്റർണിറ്റി ബെനിഫിറ്റ് ആക്ട്, ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് 1987, ഇതൊക്കെ എന്താണ്, ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്താ പറയുക ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്താ ചെയ്ത് പല നിയമങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് പറയാം. ദ മിനിമം വേജസ് ആക്ട് 1948, ദ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് 1936, പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട് 1965, Regulation and Abolition Act 1970, Child Labour Prohibition Act 1986, Bonded Labour System Abolition Act 1976, Mines Act 1952, The Industrial Dispute Act 1947. ഇതെല്ലാം ഒന്ന് എക്സാമ്പിൾസ് ആയിട്ട് ഓർത്ത് വെക്കണേ. അതുപോലെ തന്നെ ഏതെങ്കിലും കുറച്ചെണ്ണം ഓർത്ത് വെച്ചാൽ, കാരണം എല്ലാം കൂടി ഓർത്ത് വെക്കൽ പാടായിരിക്കും. ദ മെറ്റേണിറ്റി ബെനിഫിറ്റ് ഇമ്പോർട്ടൻ്റ് അല്ലേ, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ആൻഡ് ദ ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976. അപ്പോൾ ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് 1987 അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1952, ഹിൽ ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഡ്രോട്ട് പ്രോൺ ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, മിനിമം നീഡ്സ് പ്രോഗ്രാം, ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1970, ജവഹർ റോസ്ഗാർ യോജന 1989. ഇപ്പോൾ ഇത്രയും പോളിസീസും ആക്ട്സും ഒക്കെ എന്താണ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റും ഇമ്പോർട്ടൻ്റ് അല്ലേ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതല്ലേ. അപ്പോൾ എയർ ആക്ട്, വാട്ടർ ആക്ട്, അങ്ങനെയുള്ള എല്ലാ സാധനം, പിന്നെ പഞ്ചായത്ത് രാജ് 73rd അമെൻമെൻറ്റ്, 74th അമെൻമെൻറ്റ്, ഇതൊക്കെ എന്താണ്, ഇപ്പോൾ വില്ലേജ് പഞ്ചായത്തുകൾക്ക് കൂടുതൽ ഓട്ടോണമിയും അതുപോലെ തന്നെ അധികാരങ്ങളും കൊടുക്കുന്നത് അല്ലേ 73rd 74th. അതായത് വില്ലേജ് പഞ്ചായത്സിനും
മുനിസിപ്പാലിറ്റീസിനും അല്ലേ. അപ്പോൾ അത്രയധികം നിയമങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അതുവഴി എന്താ ചെയ്യുന്നത്, ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഡയറക്റ്റീവ്സ് ഔട്ട്സൈഡ് പാർട്ട് 4 അല്ലാത്ത ഡയറക്റ്റീവ്സ് എന്താണ്, വെറുതെ ഒന്ന് നോക്കാം. ക്ലെയിംസ് ഓഫ് SC and SCs to services. The claims of the members of the scheduled caste and scheduled tribes shall be taken into consideration consistently with the maintenance of efficiency of administration. Instruction in mother tongue. It shall be endeavor of every state that every local authority within the state of provide adequately facilities to instruction in the mother tongue. Okay. Development of Hindi language. It shall be duty of union to promote the spread of Hindi language and to develop it so that it may serve as a medium of expression for all the elements ഓഫ് ദി കമ്പോസിറ്റ് കൾച്ചർ. അപ്പോൾ ഇതൊക്കെ എന്താ ഡയറക്റ്റീവ്സിന് പുറത്താണ്, അത്ര കാര്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ ചില ആർട്ടിക്കിൾസ് നോക്കലാണ്. ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ആർട്ടിക്കിൾ 36 അല്ലേ. ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് പാർട്ട് 38. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം. 36 ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. 39A ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 13 ഏത് അമെൻമെൻറ്റാണ് കൊണ്ടുവന്ന് 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 കൊണ്ടുവന്ന്. ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്സ് 40 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ 43 ലിവിംഗ് വേജസ് ഫോർ വർക്കേഴ്സ്. 43A എന്താണ്, പ്രിൻസിപ്പിൾ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രി. 43B എന്താണ്, കോപ്പറേറ്റീവ് പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. പിന്നെ 44 എന്താണ്, യൂണിഫോം സിവിൽ കോഡ്. ഏർലി ചൈൽഡ്ഹുഡ് കെയർ അപ് ടു 6 years 45 ആണ്. പിന്നെ ഷെഡ്യൂൾഡ് റൈറ്റ്സും വീക്കർ സെക്ഷൻസിൻ്റെ ഇൻട്രസ്റ്റ് 46 ആണ്. 47 എന്താ, ഡ്യൂട്ടി ഓഫ് സ്റ്റേറ്റ് ടു റേസ് ദ ലെവൽ ഓഫ് ന്യൂട്രീഷൻ ഓഫ് 47 ആണ് ന്യൂട്രീഷൻ ലെവൽസ് റേസ് ചെയ്യാനും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. 48 അബോളിഷൻ ഓഫ് ലിക്കർ അല്ലെ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് ഒക്കെ 47 അല്ലേ. 48 ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ 48A ആണ്. 49 മോണ്യുമെൻറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. 50 സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ആൻഡ് എക്സിക്യൂട്ടീവ്. 51 എന്താണ്, പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഇതൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ടതാണ്, കാരണം ഇത് ചോദിക്കും. 49ഉം 51ഉം ഞാൻ പറഞ്ഞതാണ്. ഇത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ട് ഏകദേശം നമുക്ക് തോന്നും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആണോ എന്ന്. റിവിഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും ബുക്ക് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആണോ അല്ലയോ എന്നൊക്കെ. അപ്പോൾ 49ഉം 51 എന്താ, ജനറലാണ്, ഭയങ്കര വേഗ് ആയതുകൊണ്ട് അങ്ങനെ തോന്നുന്നു. 49 എന്താ, നമ്മുടെ ഡ്യൂട്ടി ആണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. പ്രൊട്ടക്ഷൻ ഓഫ് മോണ്യുമെൻറ്റ്സ് ആൻഡ് പ്ലേസസ്, അതുപോലെ തന്നെ പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഒക്കെ വളരെ വേഗമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ 49ഉം 51 എന്താണ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അല്ല, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഫിലോസഫിക്കലി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താണ് കണ്ടൻറ്റ്, എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അപ് ടു 1 to 10 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. കാരണം ഇതിലൊരു ഫിലോസഫി പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ, എന്താണ് ഫ്രെയിമേഴ്സിൻ്റെ ഉദ്ദേശം, എന്താണ് ഇതിനെ എന്താ പറയുക ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കൊണ്ട് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന മാറ്റം, ഏത് രീതിയിൽ എൻഫോഴ്സ് ചെയ്യപ്പെടാം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഈ പറയുന്ന പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. അതുകൊണ്ട് ഈ പറയുന്ന 1 to 10 ചാപ്റ്റേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒബ്ജക്റ്റീവായിട്ട് പഠിച്ചിട്ട് പോയാൽ മതി. 10 കഴിഞ്ഞാൽ വീണ്ടും ഒബ്ജക്റ്റീവായിട്ട് വേണമെങ്കിൽ പഠിക്കാം. അതായത് കുറേ കൂടെ സ്പീഡിൽ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാം. ഇത് എന്താ പറയുക, 10 വരെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ബേസിക് സ്ട്രക്ചറും അതുപോലെ തന്നെ ഫിലോസഫിയും പറയുന്നത് കൊണ്ടാണ് ഇത്രയധികം സമയം എടുക്കേണ്ടി വരുന്നത്. അതുപോലെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ചാപ്റ്റർ തീരുന്നതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത്. ദേ ആർ നെഗറ്റീവ് ആസ് ദേ പ്രൊഹിബിറ്റ് ദ സ്റ്റേറ്റ് ഫ്രം ഡൂയിങ് സർട്ടൻ തിങ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് ആദ്യം പറഞ്ഞത് എന്താണ്, ഇതെന്താ പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താ, ദീസ് ആർ നെഗറ്റീവ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്, സ്റ്റേറ്റിൻ്റെ പവറിനെ കർബ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് നെഗറ്റീവാണെന്ന് പറയുന്നത്. സ്റ്റേറ്റിൻ്റെ പവറാണ് കർബ് ചെയ്യുന്നത് അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ, സ്റ്റേറ്റിനെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ പറയുകയാണ് 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് എന്താ പറയുക മജിസ്ട്രേറ്റിനെ അറസ്റ്റ് ചെയ്ത മജിസ്ട്രേറ്റിന് മുമ്പിൽ നമ്മളെ കാണിക്കണം എന്ന് പറയുന്നത്, ഹാജരാക്കണം എന്ന് പറയുന്നു. സ്റ്റേറ്റിന് 48 മണിക്കൂർ ആക്കാൻ കഴിയില്ല. കാരണം എന്താ, സ്റ്റേറ്റിൻ്റെ ആ പറയുന്ന ആർബിട്രറി ആക്ഷന് എതിരാണ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവാണ്. പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്താ, ദേ ആർ പോസിറ്റീവ് ആസ് ദേ റിക്വയർ ദ സ്റ്റേറ്റ് ടു ഡു സർട്ടൻ തിങ്സ്. മറ്റെന്താ പോസിറ്റീവാണെന്ന് പറയാൻ കാരണം എന്താ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പോസിറ്റീവാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അവർ സ്റ്റേറ്റിന് ഈ പ്രിൻസിപ്പിൾസ് എന്താ ചെയ്യുന്നത്, സ്റ്റേറ്റിനോട് പറയണ ഒരു കാര്യം ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യല്ല ചെയ്യുന്നത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്. രണ്ടാമത് ദീസ് ആർ ജസ്റ്റിഷ്യബിൾ, ദിസ് ഇസ് ലീഗലി എൻഫോഴ്സിബിൾ ബൈ കോർട്ട്സ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല, നമുക്കറിയാവുന്ന വ്യത്യാസമാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ നമുക്ക് കോടതി പോകാൻ പറ്റില്ല, പക്ഷേ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് കോടതിയിൽ പോകാൻ പറ്റും. ദേ എയിം അറ്റ് എസ്റ്റാബ്ലിഷിംഗ് പൊളിറ്റിക്കൽ ഡെമോക്രസി ഇൻ ദ കൺട്രി. They aim at establishing social and economic democracy in the country. Fundamental rights. These are legal sanctions. These are moral sanctions. എന്താണ് ലീഗൽ സാങ്ഷൻസ്? ഇത് കോടതി പോയിട്ടാണ് നമ്മൾ നേടിയെടുക്കുന്നതെങ്കിൽ മറ്റേ എന്താണ് മോറൽ ആൻഡ് പൊളിറ്റിക്കൽ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പൊളിറ്റിക്കൽ സാങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്,
ഇത് നടപ്പിലാക്കപ്പെട്ടില്ലെങ്കിൽ എന്താണ്, അടുത്ത തവണ ചിലപ്പോൾ വോട്ട് കിട്ടില്ല. ദേ പ്രൊമോട്ട് വെൽഫെയർ ഓഫ് ദി ഇൻഡിവിജ്വൽ, ഹെൻസ് ദേ ആർ പേഴ്സണലിസ്റ്റിക് ആൻഡ് ഇൻഡിവിജ്വലിസ്റ്റിക്. അപ്പോൾ എന്താ, ഇൻഡിവിജ്വൽ നേച്ചറാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത്. ഇതെന്താണ്, ഒരു സോഷ്യൽ കൺസേൺ മുഴുവനായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് എന്ത്, ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഒരാളുടെ ഇൻഡിവിജ്വൽ എന്നതിനൊക്കെ ഉപരി അത് ഒരു സൊസൈറ്റീൻ്റെ മൊത്തം വെൽഫെയറാണ് ഉദ്ദേശിക്കുന്നത്. ദേ ഡു നോട്ട് റിക്വയർ ഇൻ ലെജിസ്ലേഷൻ ഫോർ ദർ ഇംപ്ലിമെൻറ്റേഷൻ, ദേ ആർ ഓട്ടോമാറ്റിക്കലി എൻഫോഴ്സ്ഡ്. ചിലതൊന്നുമല്ല ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, പക്ഷേ മിക്കതും എന്താണ്, ഓട്ടോമാറ്റിക്കലി എൻഫോഴ്സ്ഡ് ആണ്. അത് എന്താണ്, ആർട്ടിക്കിളിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി എൻഫോഴ്സ്ഡ് ആയിട്ട് കാര്യമാണ്. അപ്പോൾ ഇതിലിപ്പോൾ വേണമെങ്കിൽ ഇപ്പം എന്താ പറയുക, ഓട്ടോമാറ്റിക്കലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഇപ്പം മെറ്റർണിറ്റി ബെനിഫിറ്റ് ആക്ട് 1961 എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആയി കഴിഞ്ഞതിന് ശേഷം എത്രയാണ് കുറച്ച് വർഷം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മെറ്റർണിറ്റി ബെനിഫിറ്റ് ആക്ട് ഉണ്ടാക്കണം എന്ന് തോന്നി നിയമം ഉണ്ടായപ്പോഴാണ് ഈ നിയമങ്ങൾ വന്നത് അല്ലേ. അപ്പോൾ അതെന്താണ്, യൂണിയൻ ഗവൺമെൻറ് നിയമം ഉണ്ടാക്കിയാൽ മാത്രമേ അത് നിയമമായിട്ട് വരുള്ളൂ അല്ലേ, അത് അവകാശമായിട്ടോ അല്ലെങ്കിൽ റൈറ്റായിട്ടോ വരുള്ളൂ. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്താണ്, ദേ ആർ നോട്ട് ഓട്ടോമാറ്റിക്കലി എൻഫോഴ്സ്ഡ്. പ്രൊവിഷൻ ഉണ്ടെന്ന് കരുതി പ്രൊവിഷൻ ഇല്ല, അപ്പോൾ എന്ത് ചെയ്യണം, പ്രൊവിഷൻസ് നിയമം വഴി ഉണ്ടാക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അല്ല, നിയമം വഴിയാണ് എൻഫോഴ്സ് ചെയ്യിപ്പിക്കുന്നത്. ദ കോർട്സ് ആർ ബൗണ്ട് ടു ഡിക്ലെയർ എ ലോ വയലേറ്റീവ് ഓഫ് എനി ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഇൻവാലിഡ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, ഏതെങ്കിലും രീതിയിൽ ഈ ഫണ്ടമെൻ്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന നിയമം വന്നാൽ കോടതി എന്ത് പറയും, അത് അസാധുവാക്കി കളയാൻ കോടതിക്ക് പറ്റും. ദ കോർട്സ് കനോട്ട് ഡിക്ലെയർ എ ലോ വയലേറ്റീവ് ഓഫ് എനി ഓഫ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഇൻവാലിഡ്. ഹൗവർ ദേ ക്യാൻ അപ്ഹോൾഡ് ദ വാലിഡിറ്റി ഓഫ് എ ലോ ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ഇറ്റ് വാസ് എനാക്റ്റഡ് ടു ഗിവ് എഫക്ട് ടു ഡയറക്റ്റീവ്. കോർട്സ് കനോട്ട് ഡിക്ലെയർ ലോ വയലേറ്റീവ് ഓഫ് എനി ഓഫ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഒരു നിയമം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ ഹനിക്കുന്നു എന്ന രീതിയിൽ ഇൻവാലിഡ് ആക്കാൻ കോടതികൾക്ക് കഴിയില്ല. പക്ഷേ ഏതെങ്കിലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ നടപ്പിലാക്കാൻ വേണ്ടി ഒരു നിയമം ഉണ്ടാക്കിയാൽ അത് അപ്ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു, അത് എന്താ പറയുക, നിലനിർത്താൻ കോടതികൾക്ക് പറ്റും എന്ന് പറഞ്ഞു. ഇതാണ് ബേസിക്സ് ആണ്. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഫിലോസഫിക്കലി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ അത്രയധികം അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പഠിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് MCQs ഒക്കെ ഡിസ്കസ് ചെയ്യാം. MCQs അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് എന്താ പറയുക ക്വസ്റ്റ്യൻസും നോക്കാം. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കമൻറ്റ്സ് പറയണം, കാരണം ഈ സീരീസ് നിങ്ങളുടെ ഒരു കോപ്പറേഷൻ അനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം 8 വരെയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ വളരെ നന്നായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം റിവൈസ് ചെയ്യുക. ബൈ, ടേക്ക് കെയർ.